രാജ്യ തലപ്പത്ത് സ്ത്രീ, സർവ്വ സൈന്യാധിപതിയും സ്ത്രീ. ഇപ്പോൾ ഇതാ രാജ്യ തലസ്ഥാനം നയിക്കാനും സ്ത്രീ വരുന്നു. BJP-യുടെ ഭാഗത്തു നിന്നും വമ്പൻ പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. ഉന്നത സ്ഥാനത്തേക്ക് ഒരു വനിതാ MLA-യും പരിഗണിക്കുമെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ജാതി സമവാക്യങ്ങളും BJP പരിഗണിക്കുമെന്നും പട്ടികജാതിയിൽ നിന്നുള്ള ഒരു MLA-യെ തിരഞ്ഞെടുക്കുമെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. BJP MLA-മാരിൽ 4 പേർ പട്ടികജാതിയിൽ നിന്നുള്ളവരാണ്. BJP-യുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 48 നിയമസഭാ അംഗങ്ങളിൽ 4 സ്ത്രീകളും ഉൾപ്പെടുന്നു. നീലം പഹൽവാൻ, അതുപോലെ രേഖ ഗുപ്ത, പൂനം ശർമ്മ, ശിഖ റോയ് എന്നിവരാണ് സ്ത്രീ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള MLA-മാർ. ഇവരിൽ ആരുമാകാം രാജ്യ തലസ്ഥാനം നയിക്കാൻ പോകുന്നത് എന്താണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഡൽഹി തിരഞ്ഞെടുപ്പിൽ BJP വൻ വിജയം നേടിയിരുന്നു. അതേപോലെ തന്നെ രാജ്യ തലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ പതിറ്റാണ്ട് നീണ്ടുനിന്ന ഭരണത്തിന് അന്ത്യം കുറിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. BJP നേതൃത്വം ഇതുവരെയും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ നിരവധി പേരുകൾ ചർച്ചയിലുണ്ട്. അവരിൽ MLA-മാരല്ലാത്ത ചിലരും ഉൾപ്പെടുന്നുണ്ട്. അനിശ്ചിതത്വത്തിനിടയിൽ തന്നെ അടുത്ത ഡൽഹി മുഖ്യമന്ത്രി MLA-മാരിൽ നിന്നായിരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 13-ന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ എന്നാണ് ലഭ്യമായ വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമാകും ഡൽഹിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് അടുത്ത സർക്കാരിനെ നയിക്കാൻ തങ്ങളുടെ നേതാവിനെ കണ്ടെത്താനുള്ള ആലോചനകൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതും. 27 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 70 അംഗ നിയമസഭയിലെ 48 സീറ്റുകൾ നേടിയാണ് BJP ഡൽഹിയിൽ അധികാരം തിരിച്ചുപിടിച്ചതും. ഒരു പതിറ്റാണ്ടായി ഡൽഹി ഭരിക്കുന്ന AAPക്ക് 22 സീറ്റുകൾ മാത്രമേ നിർണായക തിരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞുള്ളൂ. പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പരാജയപ്പെട്ടതിന്റെ കയ്പുനീര് കുടിക്കേണ്ടിയും വന്നിരുന്നു. ഏറെക്കാലം ഡൽഹി ഭരിച്ച കോൺഗ്രസ് ആവട്ടെ ഇക്കുറിയും അക്കൗണ്ട് തുറക്കാൻ കഴിയാതെ തന്നെ പരാജയപ്പെടുകയായിരുന്നു. നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ AAP അടക്കമുള്ള പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയ കാര്യമായിരുന്നു BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ അഭാവം. ആരുടെയും പേരെടുത്ത് പറയാതെയാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും. അതുകൊണ്ട് തന്നെ 5ഓളം പേർ നിലവിൽ പരിഗണനയിലുണ്ട്. BJP-യുടെ ഉന്നതതല യോഗങ്ങൾ ഡൽഹിയിൽ മുറുകെ നടക്കുകയാണ്. എന്നാൽ അന്തിമ തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. പർവേഷ് വർമ്മ, വിജേന്ദ്ര ഗുപ്ത തുടങ്ങിയവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. എന്നാൽ ആ സ്ഥാനത്തേക്കാണ് രാജ്യ തലസ്ഥാനം നയിക്കാൻ ഒരു സ്ത്രീ എത്തുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ കേജ്രിവാളിനെ അട്ടിമറിച്ച പർവേഷ് വർമ്മയ്ക്ക് തന്നെയാണ് പ്രധാന സാധ്യത കൽപ്പിക്കപ്പെടുന്നതെന്നാണ് മറ്റു ചിലർ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് പുറമെ മുൻപ് സംസ്ഥാന അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച സതീഷ് ഉപാധ്യായ, അതുപോലെ കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഡൽഹി BJP ജനറൽ സെക്രട്ടറിയായ ആശിഷ് സുദ്, അതേപോലെ വൈശ്യ സമുദായത്തിൽ നിന്നുള്ള ശക്തനായ RSS ബന്ധമുള്ള ജിതേന്ദ്ര മഹാജൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. 2ാം ടൈമിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി 12 മുതൽ 13 തീയതികളിൽ അമേരിക്കയിൽ സന്ദർശനം നടത്തും. ഈ സാഹചര്യത്തിൽ വിദേശത്തു നിന്ന് പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഡൽഹിയിൽ അധികാരം കൈമാറ്റം നടക്കുക എന്നതാണ് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.